ഹലോ, നമ്മളിന്ന് പോകാൻ പോകുന്നത് ആ കാണുന്ന പ്ലേസിലെ മൗണ്ട് റീനിയർ. അവിടേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഇന്ന് ഞാനത് ഷൂട്ട് ചെയ്യുന്ന ദിവസം 3rd ജൂലൈ, അതായത് നാളെ 4th ജൂലൈ ആണ്. US എല്ലാവർക്കും ലീവുള്ള ദിവസം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു യൂഷ്വൽ 9 to 5 ഒക്കെ വിട്ടിട്ട് ഒരു Airbnb ഒക്കെ മൗണ്ട് റീനിയറിൻ്റെ അടുത്ത് എടുത്തിട്ട് ഒന്ന് ചില്ലാവുന്ന, അത്യാവശ്യം ഹൈക്കൊക്കെ ചെയ്യാമല്ലോ അവിടെ അടുത്താവുമ്പോൾ. ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല വെയിലുണ്ട്. പക്ഷെ അത്യാവശ്യം നല്ല നല്ല പറ്റിയ ക്ലൈമറ്റും വെതറും ഒക്കെ തന്നെയായിരുന്നു നമുക്ക് പോകുന്ന ദിവസം. ഇത് ഏകദേശം നമ്മൾ മിനറൽ റോഡ് അവിടെയാണ് നമ്മൾ Airbnb എടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ അവിടെ എത്താറായിട്ടോ. നമ്മൾ ഈ യൂഷ്വൽ 9 to 5 ഒക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ Airbnb എടുക്കുമ്പോഴാണ് നമ്മുടെ മൈൻഡൊക്കെ ചില്ലാവുക. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മൾ വർക്ക് ചെയ്യാനായിട്ടാണോ ജീവിക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് Airbnb ഒക്കെ എടുത്ത് നമ്മളെ മൈൻഡൊക്കെ ക്ലിയർ ആക്കാൻ വരുന്നത് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നാട്ടിലൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് പാടത്തൊക്കെ ഇറങ്ങി നടക്കാം, പറമ്പിലൊക്കെ പോകാം. ഇവിടെ പിന്നെ സിറ്റിയിൽ അതൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ചില ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. ഇതേ നമ്മുടെ Airbnb നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൗണ്ട് റീനിയറിൻ്റെ ക്രിയേറ്റീവ് സെഷനൊക്കെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ Airbnb. ഒരു അത്യാവശ്യം ഒരു 2 പേർക്കൊക്കെ സുഖമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു Airbnb ആണ്. ഇത് നമ്മുടെ ഹാളാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളും ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു കുഞ്ഞി കിച്ചൺ പോലത്തെ ഒരു സെഷനാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ട സാധനങ്ങളും ഒക്കെ അവരവിടെ ക്യാബിനിൽ വെച്ചിട്ടുണ്ട്. ഇതേ നമുക്കൊരു വെൽക്കം മെസ്സേജൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ അവർ കുറച്ച് സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ നമുക്ക് വെച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്റൂം. അത്യാവശ്യം നല്ല കോസി ബെഡ്റൂമായിരുന്നു. അവർ ഷീറ്റ്സൊക്കെ നല്ല രീതിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഫ്രെയിംസും ഒക്കെ റൂമിൽ നമ്മുടെ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ തന്നെയുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല എന്താ പറയുക, നേരെ പരപ്പരാ വെളുത്ത് നല്ല പച്ചപ്പും ഹരിതാപയും അതേ കുറേ ബേർഡ്സൊക്കെ പറന്ന് കളിക്കുന്നത് കണ്ടില്ലേ. അതൊക്കെ കണ്ടിട്ടുള്ള വ്യൂ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര മൂഡൊക്കെ ഇങ്ങോട്ട് ബൂസ്റ്റായി. ഞാൻ ഒരു ഗ്രീൻ ടീ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ഗ്രീൻ ടീ ഇട്ടിട്ട് നേരെ പുറത്തിറങ്ങിയിട്ട് ആ ഗ്രാസിൽ കൂടെയൊക്കെ നടന്നപ്പോൾ തന്നെ ദിസ് വാസ് ദ ബെസ്റ്റ് ഡിസിഷൻ വി എവർ മെയ്ഡ് എന്നുള്ളൊരു സ്റ്റേറ്റിലേക്ക് എത്തി ഞാൻ. മൗണ്ട് റീനിയറൊക്കെ കാണാം. കുറേ ബേർഡ്സൊക്കെ പറന്ന് കളിക്കുന്നത് കാണാം. ആ ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര അടിപൊളി ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഇവർ ബേർഡ്സിന് വേണ്ടിയിട്ട് നെസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ നെസ്റ്റിൽ നമുക്ക് ഫുഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ Airbnb ഓണേഴ്സ് നമുക്ക് ബേർഡ് ഫുഡ് അതൊക്കെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. ഹേ എവരിബഡി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനിപ്പോൾ സംസാരിക്കുന്നത് മൗണ്ട് റീനിയറിൻ്റെ അടുത്തുള്ള ഒരു Airbnb-ലാണ്. ഇറ്റ്സ് ലൈക്ക് എ ഫാം ഏരിയ. ഒരു ഭയങ്കര കുറേ ഏക്കറുള്ള ഒരു ഫാമിൻ്റെ നടുക്ക് ഒരു കുഞ്ഞ് Airbnb. സോ അപ്പോൾ നമ്മൾ സിറ്റി ലൈഫിൽ നിന്നൊക്കെ മാറിയിട്ട് കുറേ ബേർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ സിറ്റിയിലൊക്കെ കാണാൻ പറ്റാത്തതാണ് ബേർഡ്സ്, കുറേ ഫ്ലവേഴ്സ്, ഈ ഗ്രീനറി. അപ്പോൾ നമുക്ക് ആക്ച്വലി ടൈം സ്പെൻഡ് ചെയ്യുക, കുറച്ച് കാമൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ട്രൈപ്പോഡൊക്കെ സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ഒരാൾ കയറി വരുന്നു. ഇത് Airbnb ഓണേഴ്സിൻ്റെ ക്യാറ്റാണ് കേട്ടോ. 2 ക്യാറ്റ് ഉണ്ട് ഇവർക്ക്. അതിങ്ങനെ ഈ സ്ഥലത്ത് കൂടെ ഒക്കെ നടന്നു പോകുന്നത് കാണാം. ഞാനിത് ഇരുന്ന് സമാധാനമായിട്ട് ഗ്രീൻ ടീ കുടിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നിരിക്കുന്നത് എനിക്ക് ശരിക്കും പേടിയായി. അതുകൊണ്ട് ഞാൻ വീഡിയോ അപ്പം തന്നെ നിർത്തി കേട്ടോ. അവക്കാഡോ ടോസ്റ്റ്, egg and strawberries and some sausage ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുളിച്ച് റെഡിയായി ഞാൻ ഹൈക്കിങ് പോകാൻ റെഡിയായി. ഹേ എവരിബഡി, അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ കോംപ്ലക്സ് നോക്ക് ഓർ ലൈക്ക് പോസിബിൾ ഹൈ റോക്ക് ലുക്ക് ഔട്ട് ട്രെയിനിൽ പോവാണ്. സോ ഐ ആം വെരി എക്സൈറ്റഡ് ഫോർ ദിസ് ഹൈക്ക്. അപ്പോൾ പോണ വഴി ഐ ഷോ യു അറൗണ്ട് ആൻഡ് ഓൾ ദ ബ്യൂട്ടിഫുൾ വ്യൂസ് ഐ ആം ഗോണ ഹാവ് ഇൻ ദിസ് ഹൈക്ക്. സോ ലെറ്റ്സ് ഗോ. മിനറൽ റോഡ് കഴിഞ്ഞിട്ട് ഹൈക്കിങ്ങിൻ്റെ സ്പോട്ടിലേക്ക് പോകുമ്പോഴുള്ള ഒരു ടൗണാണ് ടൗൺ LB. നമ്മൾ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഹൈക്കിന് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നന്നായി ഹൈഡ്രേറ്റ് ആവാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം വെള്ളം കൈ പിടിക്കാവുന്നതാണ്. അപ്പോൾ വെള്ളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറിയ ഒരു കുഞ്ഞു സ്റ്റോറാണിത്. ഇവിടെ അത്യാവശ്യം സ്നാക്സൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും ഇഷ്ടമായില്ല. അപ്പോൾ നമ്മൾ വെള്ളം മാത്രം വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി.
വെള്ളം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഹൈക്കിന് പോകുമ്പോൾ സ്നാക്സും ഫുഡ് ഐറ്റംസും കൈ പിടിക്കാന്നുള്ളത്. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഞങ്ങൾ സബ്വേ വാങ്ങിച്ചു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഹൈക്കിംഗ് ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ കാറൊക്കെ പാർക്ക് ചെയ്തു. നമ്മൾ ഹൈക്കിങ്ങിലുള്ള എക്യുപ്മെൻറ്റ്സ്, അത് ഹൈക്കിംഗ് പോള്, പിന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളം, സ്നാക്സ് എല്ലാം എടുത്തിട്ട് ഇനി ഹൈക്കിംഗ് സ്പോട്ട് ഹൈക്ക് ചെയ്യാൻ പോവാണ്. ഹൈക്ക് സ്റ്റാർട്ട് ചെയ്ത വഴിക്ക് തന്നെ ഈ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സൊക്കെ ഞാൻ കണ്ടു കേട്ടോ. ഇറ്റ് വാസ് ലൈക്ക് റിയലി ക്യൂട്ട്. അതുകൊണ്ടാണ് ഞാൻ ക്യാമറയിലെല്ലാം എടുത്ത്. ഇപ്പം പറയാൻ പറ്റിയ പോയിൻ്റാണ്, ഫോൺ മസ്റ്റാണ് ഹൈക്ക് ചെയ്യുമ്പോൾ. ഫോണും പറ്റിയ പവർ ബാങ്ക് കൂടിയും കൈ പിടിക്കുക. കാരണം ഫോണിൽ മാപ്പ് ഇല്ലെങ്കിൽ പിന്നെ വഴി തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചെത്താൻ നല്ല കഷ്ടപ്പാടായിരിക്കും. സോ ഓൾ ട്രെയിൽസ് പറഞ്ഞ ആപ്പ് ഉണ്ട്, അതിൽ നമ്മൾ മാപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യണം. പിന്നെ ഇപ്പം പറ്റിയൊരു അബദ്ധം ഞാൻ പറയട്ടെ. ബുദ്ധിമാരന്മായ ഞങ്ങൾ ഹൈക്ക് സ്റ്റാർട്ട് ചെയ്യണേന് ഒരു 1.5 മൈൽസ് മുന്നേ തന്നെ കാർ നിർത്തിയിട്ടാണ് ഹൈക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ ടോട്ടൽ ഇനി ഔട്ട് ആൻഡ് ബാക്ക് നോക്കുമ്പോൾ ഒരു നിയർലി 3 മൈൽസ് എക്സ്ട്രാ ഞങ്ങൾ ഹൈക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് പോവാം. ഈ ഹൈക്കിന് പോകുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈക്കുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കോമഡി അടിച്ചിട്ടായിരിക്കും നമ്മൾ ഹൈക്ക് ചെയ്തുകൊണ്ടുണ്ടാവുക. പിന്നെ ഹൈക്ക് ചെയ്യുന്ന ടൈമിൽ പോൾസൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോൾസ് ഇങ്ങനെ തൂക്കി പിടിച്ചത് പോലെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നല്ല സ്റ്റേണായിട്ട് ഫേമായിട്ട് കുത്തിയിട്ട് വേണം നമുക്ക് നടക്കാൻ, ഇല്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഹൈക്കിൻ്റെ ഇടയിൽ ഒരു വ്യൂ പോയിന്റിൽ നമ്മൾ എത്തിയിട്ടോ, അതാണ് മൗണ്ട് റെയിനിയർ. പിന്നെ നെക്സ്റ്റ് ഡേ അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് മൗണ്ട് ആഡംസും കാണാൻ പറ്റും. ഈ വ്യൂ പോയിന്റ് ഒരു ഹൈക്കിൽ തന്നെ കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ മൈ സജഷൻ ഈസ് ദാറ്റ് ഒരു ഹൈക്കിൽ എത്ര വ്യൂ പോയിന്റ്സ് ഉണ്ടോ അവിടെയൊക്കെ നിന്ന് ആ വ്യൂ ഒക്കെ ആസ്വദിച്ചിട്ട് വേണം നമ്മൾ ഹൈക്ക് കണ്ടിന്യൂ ചെയ്യാൻ. ഇല്ലെങ്കിൽ ഒരു ഹൈക്കിൻ്റെ ഫുൾ എസെൻസ് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ഇതേ കണ്ടില്ലേ ആ മൗണ്ട് റെയിനിയർ, അതുപോലെ തന്നെ മൗണ്ട് ആദംസ്. ഈ ക്യാമറയിൽ വീഡിയോയിൽ ഫ്രണ്ട് ക്യാമറയിൽ അങ്ങനെ ക്ലിയർ ആയി കാണില്ല. അവിടെ ആക്ച്വലി എൻ്റെ ബാക്കിൽ മൗണ്ട് ആദംസും കാണാം. അതുകൊണ്ട് ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്. അത് മൗണ്ട് ആദംസ് ആയിരുന്നു, ഇത് മൗണ്ട് റെയിനിയർ. അങ്ങനെ നമ്മൾ ഹൈക്ക് ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ പനോറമിക് വ്യൂ ഓഫ് 4 mountains. That's St. Helens, that's an active volcano. അതിൻ്റെ ഇടയിൽ മൗണ്ട് ഹുഡ് ഉണ്ട്. ഇപ്പോൾ കാണുന്നത് മൗണ്ട് ആദംസ് ആണ്, ഇത് മൗണ്ട് റെയിനിയർ. മൗണ്ട് ഹുഡ് ആക്ച്വലി വീഡിയോയിൽ ക്ലിയർ ആയി കാണുന്നില്ല കേട്ടോ, ബട്ട് ദാറ്റ് വാസ് അമേസിങ്. പറയുകയാണെങ്കിൽ എനിക്ക് ഹൈക്കിൻ്റെ ഭ്രാന്ത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഹൈക്കൊക്കെ നാട്ടിലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ വന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് റാറ്റൽ സ്നേക്ക് റിഡ്ജ് എന്നാണ് ഹൈക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഈ ഹൈക്കിങ്ങും ഈ മൗണ്ടെയിൻ വ്യൂസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഇങ്ങനെ കുറേ ഹൈക്കൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ അടിപൊളി വ്യൂ ഒക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക തരം സന്തോഷമാണ്. മൈൻഡിൽ അത്രയും നേരം ഉണ്ടായിരുന്ന എല്ലാ സ്ട്രെസ്സും നമ്മൾ മറക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ. ഞാനെപ്പോഴും എൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്ത് പറയാറുണ്ട്, നമ്മൾ ഈ ഹൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മൈൻഡിൽ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും, സ്ട്രെസ്സ്, അത് ഇത് കാര്യങ്ങൾ, ജോബ്. അപ്പോൾ ഈ വ്യൂ ഒക്കെ കാണുമ്പോഴാണ് നമ്മളതൊക്കെ മറന്നു പോകാം. ഈ ക്യൂട്ടായിട്ടുള്ള സ്ക്യൂറൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് കാണാം കേട്ടോ ഹൈക്കിൻ്റെ ഇടയിൽ. അതുപോലെ ആൾക്കാരെ മീറ്റ് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചൊരു കാര്യമാണ്, ഓരോ ആൾക്കാരും ഹൈക്ക് ചെയ്യുമ്പോഴും അവിടെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യും, ഹെൽപ്പ് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും. അതൊക്കെയാണ് ആക്ച്വലി എന്നെ വീണ്ടും വീണ്ടും ഹൈക്ക് ചെയ്യാൻ ഇൻസ്പയർ ചെയ്യുന്നത്. പിന്നെ ഈ വ്യൂസൊക്കെ ഉണ്ടല്ലോ, ഈ മൗണ്ടെയ്ൻസിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ സമയം പോകുന്നത് അറിയില്ല. കുറേ നേരം അങ്ങനെ കാറ്റും കൊണ്ട് ഈ വ്യൂ ഒക്കെ കണ്ട് കൊണ്ടുവന്ന സബ്വേ ഒക്കെ കഴിച്ച് തീർത്തിട്ട് ഞങ്ങളങ്ങനെ ഇരുന്നു. ഇനി തിരിച്ചു പോകാൻ സമയമായി. ആ മൗണ്ടെയ്നറില്ലേ അവിടെ, അതിൻ്റെ വ്യൂ കാണാനായിരുന്നു നമ്മളൊന്ന് പോയത്. ഇനി തിരിച്ച് നമുക്ക് എയർബിഎൻബി പോകണം, റെസ്റ്റ് എടുക്കണം, കുറച്ചുകൂടെ ഫുഡ് കഴിക്കണം. അപ്പോൾ പിന്നെ ഓക്കെ ബൈ.
ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഹൈക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അറിയിക്കുക. ലൈക്ക് leave your comments on the comment box so that I can do more hiking videos for you guys, collect more info for you. Okay then, bye bye. See you guys on my next video. Till then, see you. Bye bye.